ഈ ഫിൽട്ടർ ഓപ്ഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഫിൽട്ടർ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിങ്ങിൽ നിന്ന് ആ ഫിൽട്ടർ ഓപ്ഷൻ പോകും. അപ്പോൾ നമ്മളിവിടെ പുറമേ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു മെസ്സേജാണ് വരുന്നത്. പുറമേ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്താൽ നമുക്ക് ഡാറ്റ ദ കമാൻഡ് കുഡ് നോട്ട് ബി കംപ്ലീറ്റ് ബൈ യൂസിങ് റേഞ്ച് സ്പെസിഫൈഡ് സെലക്ട് എ സിംഗിൾ സെൽ റേഞ്ച്. അപ്പം നമ്മൾ സെൽ റേഞ്ചിനകത്ത് ഏതെങ്കിലും ഒരു സിംഗിൾ സെല്ലിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി, നമുക്ക് ഈ ഫിൽട്ടർ ഓപ്ഷൻ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫിൽട്ടർ ഉണ്ടോ എന്ന് പറയണമെങ്കിൽ ഹെഡിങ്സിലൊക്കെ ഓരോ ആരോ വരും. ഫിൽട്ടർ തന്നെ ക്ലിക്ക് ചെയ്താൽ ആ ഫിൽട്ടർ ഓപ്ഷൻ പോകും. ഇതിന് നമ്മൾ ഓട്ടോ ഫിൽട്ടർ എന്നാ പറയുക. അഡ്വാൻസ്ഡ് അല്ല, ഓട്ടോ ഫിൽട്ടറാണ്. നമ്മൾ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന ഓപ്ഷനകത്ത്, പക്ഷെ അതിൻ്റെ അഡ്വാൻസ്ഡ് രൂപമാണ് തൊട്ടപ്പുറത്തുള്ള അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടറിൻ്റെ അഡ്വാൻസ്ഡ് രൂപമാണ് അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ഫിൽട്ടർ. അപ്പോൾ അഡ്വാൻസ്ഡ് ഫിൽട്ടറിൻ്റെ ഓപ്ഷൻ, അഡ്വാൻസ് ഫിൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അഡ്വാൻസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ടേബിൾ അതേപോലെ ഉണ്ടാവും, അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പം നമുക്ക് ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ കംപ്ലീറ്റ് ഹൈഡായി പോവാണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ 200 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 10 പേരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്താൽ ബാക്കി 190 പേരും ഹൈഡായി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് നമുക്ക് പുറമെ എടുത്ത് നമുക്ക് 200 ആളെന്ന് 10 ആളെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി കാണാം. നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡാറ്റ 200 ഡാറ്റ അതേപടി ഉണ്ടാവും. ഇപ്പം ഇതിനകത്ത് നമുക്ക് ടോട്ടൽ വരുന്നത് ഒരു 16 സ്റ്റുഡൻ്റ് ആണുള്ളത്. ഈ 16 സ്റ്റുഡൻറ്റിൽ നിന്ന് 2 ആളെ ഞാൻ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ 16 സ്റ്റുഡൻ്റുള്ള ടേബിൾ അതേപടി ഇവിടെ നിൽക്കുകയും ചെയ്യും. അതേസമയം നമുക്ക് എന്താണോ കാണേണ്ടത് അത് കാണുകയും ചെയ്യാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ കാണേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മനു എന്നുള്ള ആളുടെ മനുവിൻ്റെ മാർക്ക് ലിസ്റ്റാണ്, മനുവിൻ്റെ മാർക്കാണ് എനിക്ക് കാണേണ്ടത്. മനുവിൻ്റെ മാർക്ക് ലിസ്റ്റ് മലയാളം മുതൽ ഹിന്ദി വരെയുള്ള മാർക്കും ടോട്ടൽ മാർക്കുമാണ് കിട്ടേണ്ടത്. മനുവിന് മാത്രം കൊടുക്കരുത്, നമുക്ക് ടേബിളിന് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഹെഡിങ് കൂടെ നമ്മൾ കൊടുക്കണം. മനുവിന് മാത്രം കൊടുത്താൽ പോരാ, മനു എന്നുള്ളത് എന്ത് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ്, മലയാളം എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണോ, മാത്സിൻ്റെ അണ്ടറിലാണോ, ഇംഗ്ലീഷിൻ്റെ അണ്ടറിലാണോ, അതോ നെയിമിൻ്റെ അണ്ടറിലാണോ എന്നുള്ളത് കൊടുക്കുക. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രൈറ്റീരിയ എന്ന് പറയുക. ക്രൈറ്റീരിയ കൊടുക്കുക. ഫസ്റ്റ് ക്രൈറ്റീരിയ കൊടുത്തിട്ട് ടേബിളിലോട്ട് തന്നെ വരിക, ടേബിളിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫിൽറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് അഡ്വാൻസ് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫിൽറ്റർ പോലെ അത്ര സിമ്പിളല്ല, കുറച്ച് വലിയ റിസ്ക് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് ഫിൽറ്റർ പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത പാടനെ എൻ്റെ ടേബിൾ മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. ഈ ടേബിൾ മൊത്തം സെലക്ട് ആവാൻ കാരണം ഞാൻ ടേബിളിനകത്ത് ആണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ടേബിളിന് പുറത്താണ് ഞാൻ ക്ലിക്ക് ചെയ്തെങ്കിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളുടെ ലിസ്റ്റ് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ബോക്സ് ആണ് ക്രൈറ്റീരിയ. അടുത്ത ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കർസർ അടുത്ത ബോക്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് ക്രൈറ്റീരിയ എന്നുള്ള ഇത് എന്താണ്, ഇതാണ് ക്രൈറ്റീരിയ. ഈ നെയിം മനു എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അപ്പോൾ നെയിം മനു എന്നുള്ളത് സെലക്ട് ചെയ്യുക, നെയിം മനു എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി ടു, ഇതിൻ്റെ കോപ്പി എവിടെയാണ് വേണ്ടതെന്നാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ ഈ കോപ്പി ടു എന്നുള്ള ബോക്സ് ലോക്കാണ്. ഈ ബോക്സ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് രണ്ടാമത്തെ ബട്ടൺ കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്യാം. കോപ്പി ടു അനദർ ലൊക്കേഷൻ ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പി ടു എന്നുള്ള ബോക്സ് ബ്ലാങ്ക് ആയിട്ട് വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കോപ്പി ടൂവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ, ഒരുപാട് സെല്ല് വേണ്ട, ഒറ്റ സെല്ല് ക്ലിക്ക് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരൊറ്റ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനുവിൻ്റെ ടേബിള് മാത്രം ഹെഡിങ് വിത്ത് ഹെഡിങ്, മനുൻ എന്നുള്ള ആളുടെ മാർക്ക് ലിസ്റ്റ് വിത്ത് ഹെഡിങ് ആയിട്ട് നമുക്ക് താഴെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, മാത്സിൽ ഇത്ര മാർക്ക്, അല്ലെങ്കിൽ മാത്സിൽ 50-ന് മുകളിൽ, ഇംഗ്ലീഷിൽ 30-ന് താഴെ, അല്ലെങ്കിൽ ഹിന്ദിയിൽ 60-ന് മുകളിൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഒക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന മാർക്ക് മാത്രമല്ല, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരാളുടെ മാത്രമല്ല, നെയിം മനുവിൻ്റെ കൂടെ മാത്യുവും കിരണൊക്കെ വേണമെങ്കിൽ അതും കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് എന്താണോ കാണുന്നത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇംഗ്ലീഷിലെ മാർക്ക് കിട്ടണം.
അതും എനിക്ക് ഇംഗ്ലീഷിൽ എനിക്ക് 67 മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റാണ് എനിക്ക് കിട്ടേണ്ടത്, 67. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനകത്ത് കുറേ പേർക്ക് 67 ഉണ്ട്, ഇവിടെ ഇംഗ്ലീഷിനകത്ത് ഇവിടെ 67 ഉണ്ട്, ഇവിടെ 67, ഇതൊക്കെ കുറേ പേർക്ക് 67 ഉണ്ട്. അപ്പോൾ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റ് റേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിക്കോളും. ഈ ലിസ്റ്റ് റേഞ്ച് എന്നുള്ളത് നമ്മൾ ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് സെലക്ട് ആയിക്കോളും. ക്രൈറ്റീരിയ എന്നുള്ളത് പഴയ ക്രൈറ്റീരിയയാണ്. ഈ ക്രൈറ്റീരിയ നമ്മൾ എറേസ് ചെയ്യണം. ഈ ക്രൈറ്റീരിയ നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം പുതിയ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം കോപ്പി ടു ഓൺ ചെയ്യാം. കോപ്പി ടു ഓൺ ചെയ്തിട്ട് കോപ്പി ടു എന്നുള്ളത് പഴയതാണ്, പഴയ പ്ലേസിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പഴയ പ്ലേസ് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒറ്റ സെല്ലിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ, ഒറ്റ സെല്ലിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുത്താൽ ഇംഗ്ലീഷിൽ 67 കിട്ടിയ സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും.